ഇന്ന് എറണാകുളം പോകാനായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതിന് മുന്നേ ചേച്ചിമാർക്ക് തയ്ക്കാനുള്ള നനച്ച് കട്ട് ചെയ്യുവാണ്. ആങ്കർ ത്രെഡ് വേണം. അപ്പം ഇവിടുന്ന് ഈ നമ്പരൊക്കെ നോക്കി പോകുകയെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് തപ്പാൻ സുഖമുണ്ടല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചയാകാറായി. നല്ല വെയിലായതുകൊണ്ട് ഷോളൊക്കെ ഇട്ട് പുറച്ച് മൂടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഡയബിൾ ലേസ് വാങ്ങാനുള്ള സ്ഥലത്തെത്തിയിരിക്കും. അവിടെ ഹോൾസെയിലായിട്ടാണ് വാങ്ങേണ്ടത്. അങ്ങനെ അതെല്ലാം അവിടെ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായിരുന്നു. അങ്ങനെ ഹോട്ടൽ റഹ്മാനി എന്ന് ഒരു ഹാഫ് ബിരിയാണി മേടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ന്യൂസുരിക്ക് പോയി കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഓണം പ്രമാണിച്ച് എല്ലായിടത്തും ഭയങ്കര തിരക്ക്. ഓരോ കടകളിൽ സ്റ്റോക്ക് ഇറക്കാനായിട്ട് വണ്ടിയുടെ തിരക്ക്, മനുഷ്യൻ്റെ തിരക്ക്, മൊത്തം ബഹളം. ഇത് നല്ല ഭംഗിയിൽ ഇത് കിടക്കണം കാണാനായിട്ട്. കണ്ടിട്ട് എല്ലാം വാങ്ങാൻ തോന്നുന്നു. നല്ല രസമില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, എല്ലാ കളറുകളും കൂടി കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ ആങ്കർ ത്രെഡൊക്കെ വേണ്ടതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത ബൾക്ക് ഇറക്കാനുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോൾ ഒന്ന് തുടങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ, ചെറുതായിട്ട്. അങ്ങനെ നമ്മൾ എന്തൊരു തിരക്കാന്ന് പറയാമോ, ബ്രോഡ്വേയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഒത്തിരി പാടുപെട്ടു. അതിൻ്റെ കൂടത്തിൽ ഒരു ലോഡ് സാധനങ്ങളും കാലൊന്നും വെക്കാൻ സ്ഥലമില്ലാന്നിട്ടൊരു പ്രത്യേക ആംഗിളിലെ വണ്ടിയൊക്കെ ഓടിച്ചത്. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ചിരി വന്നിട്ട് സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തി ഒരു മിനിറ്റ് അവിടെ നിന്ന് ചിരിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഇറക്കേണ്ടിടത്തൊക്കെ സ്റ്റോക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് സമാധാനമായി. ആ സമാധാനത്തിന് പുറത്ത് പെനിയിൽ കയറി കുറച്ച് ഐസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് അവരുടെ പുതിയ ലോഞ്ചാന്ന് തോന്നുന്നുണ്ട്, കുനാഫയുടേതോ. അയ്യോ, അത് തീരെ കൊള്ളത്തില്ലായിരുന്നു. ബാക്കി എല്ലാ ഫ്ലേവറും എന്താ ഒരു ടേസ്റ്റ്. മാംഗോ, ബട്ടർ സ്കോച്ച്, ടെൻഡർ കോക്കനട്ട് അടിപൊളിയാട്ടോ. അതും കഴിഞ്ഞ് നേരെ തൃപ്പൂണിത്തുറ പിറകെ കയറണമായിരുന്നു. 2 കസ്റ്റമറിന് അത്യാവശ്യമായിട്ട് തുണി നിൽക്കാനുണ്ടായിരുന്നു. അതും കൂടി അങ്ങ് നോക്കിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും 10 മണിയാകാറായി. നേരെ നമ്മൾ ബൈക്കത്തിന് വെച്ച് പിടിക്കുവാണ്. ആ വരുന്ന വഴിയിൽ എന്നെ കെട്ടിയോനും കൂടി കണ്ടുമുട്ടിയിരിക്കുകയാണ്. വീട്ടിലോട്ട് കാണിച്ച് വിളിച്ച് വെച്ചാൽ അമ്മ എന്താ കറി? അപ്പോൾ ചോറിന് പരിപ്പ് കറി മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചാൽ അതല്ലേ നല്ലത്. ഇത് ചെമ്പിൽ തടിയൻസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.